ഇപ്പോൾ UDF യോഗത്തിന് ശേഷം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് തത്സമയം. അങ്ങനെ ഒരു മന്ത്രി അധികാരത്തിൽ തുടർന്ന് ധാർമ്മികമാണോ? കേരളത്തിലെ CPM നേതൃത്വം മണിയെ സംരക്ഷിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇനിയും നടപടി സ്വീകരിക്കേണ്ടത് CPM-ന്റെ കേന്ദ്ര നേതൃത്വമാണ്. പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും കേരളത്തിൽ ചേരുന്ന സാഹചര്യത്തിൽ ധാർമ്മികതയെപ്പറ്റി എപ്പോഴും വാചാലമായി സംസാരിക്കുന്ന CPM നേതൃത്വം MM മണിയെ പുറത്താക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. മണിയുടെ നടപടി തികച്ചും അധാർമികമാണ്. മണിയെ സംരക്ഷിക്കുന്നത് വരാൻ പോകുന്ന മറ്റു പല കോടതി വിധികളും എതിരാണ് എന്നുള്ള ധാരണയിലാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള സാമാന്യ മര്യാദ CPM കാട്ടണം. അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അത് തുറന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. മുതിർന്ന നേതാവായ VS അച്യുതാനന്ദന്റെ കത്ത് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അഖിലേന്ത്യാ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരി വ്യക്തമാക്കണം. ഈ സാഹചര്യത്തിൽ UDF കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ ജനങ്ങളുടെ ദുരിതം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ UDF യോഗം ഒരു ഹർത്താലിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ചർച്ച ചെയ്തത്. 50 ദിവസം കഴിഞ്ഞിട്ടും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാതെ അനിശ്ചിതത്വത്തിൻ്റെ തടവറയിലേക്ക് ജനങ്ങളെ തള്ളിവിട്ട കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെ ഒരു ഹർത്താൽ വേണം എന്നുള്ള ശക്തമായ വികാരമാണ് UDF യോഗത്തിൽ ഉണ്ടായത്. പക്ഷേ ജനങ്ങളുടെ ദുരിതം വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹർത്താൽ പോലെയുള്ള സമരപരിപാടികളുടെ ആവശ്യകത ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഹർത്താൽ നടത്തിയാൽ അത് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഹർത്താൽ വേണ്ട എന്നാണ് തീരുമാനിച്ചത്. രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു. UDF യോഗത്തിന് ശേഷം MM മണിക്കെതിരായ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജിവെക്കണം അല്ലെങ്കിൽ പുറത്താക്കണം CPM കേന്ദ്ര നേതൃത്വം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നോട്ട് വിഷയത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിനെതിരെ ഹർത്താലിന് വേണ്ടി ആലോചിച്ചെങ്കിലും ജനങ്ങൾക്ക് കൂടുതൽ ദുരിതം ഉണ്ടാക്കേണ്ട എന്ന് കരുതി തൽക്കാലം ഹർത്താലിലേക്കില്ല. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ UDF നടത്തുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. MR സജേഷ് നൽകും വിശദാംശങ്ങൾ. സജേഷ്, UDF യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? കടുത്ത വിമർശനമാണ് UDF യോഗത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. കടുത്ത നിലപാടിലേക്ക് തന്നെ ലീഗ് പോയി. PK കുഞ്ഞാലിക്കുട്ടി നേരിട്ട് തന്നെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന രീതിയിൽ UDF യോഗത്തിനകത്ത് പറയുകയായിരുന്നു. കോൺഗ്രസിലെ പടലപ്പിളക്കങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സമരം ചെയ്തിട്ട് കാര്യമില്ല, അത് വെറും സമയം മെനക്കെടുത്തൽ മാത്രമാണ്. സമരം ശക്തമാകണമെങ്കിൽ പ്രധാന പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൽ യോജിപ്പ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. സമാനമായ നിലപാടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ JDU-വും ആവശ്യപ്പെട്ടത്. വളരെ ശക്തമായ നിലപാട് JDU-വും ഇക്കാര്യത്തിൽ പറഞ്ഞു. പ്രതിപക്ഷം എന്ന നിലയിലുള്ള എല്ലാ സമരങ്ങളും പരാജയമാണ്. യോഗത്തിന് മുൻപ് ഇതുവരെ ചെയ്ത സമരങ്ങളുടെ ഒരു പട്ടിക പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യോഗത്തിൽ വിതരണം ചെയ്തിരുന്നു. സമരങ്ങളെല്ലാം വിജയമാണെന്ന് VM സുധീരനും പറഞ്ഞു. ഇതിനുശേഷമായിരുന്നു ലീഗിന്റെയും JDU-വിന്റെയും കടുത്ത വിമർശനം. മറ്റ് ഘടകകക്ഷികൾക്കും സമാനമായ നിലപാടാണുള്ളത്. മനു, സജേഷ്, അത്തരത്തിൽ സമരങ്ങളെല്ലാം വിജയമായിരുന്നു എന്ന തരത്തിൽ കോൺഗ്രസ് സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും ലീഗിന്റെ ഭാഗത്തുനിന്നും JDU-ന്റെ ഭാഗത്തുനിന്നും ശക്തമായ വിമർശനങ്ങളാണ് ഉണ്ടായത്. ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന മുരളീധരന്റെ വിമർശനം അവർ ശരിവയ്ക്കുകയായിരുന്നു. കോൺഗ്രസിലെ ഐക്യമില്ലായ്മയാണ് അതിനവർ കാരണമായി പറഞ്ഞത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ വലിയൊരു സമര പരിപാടികളിലേക്ക് നോട്ട് നിരോധനത്തിൽ അടക്കം പോകേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? സജേഷ്,
UDF യോഗത്തിൽ കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനമാണ് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നായിരുന്നു ലീഗ് ആഞ്ഞടിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസിലെ അനൈക്യത്തിനെതിരെ ശക്തമായ പ്രതികരണമാണ് JDUവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സമരം ചെയ്യേണ്ട അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് വെറുതെ ഒരു സമയം മെനക്കെടുത്തൽ മാത്രമായിരിക്കും, അല്ലാതെ കാര്യമായ ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് കോൺഗ്രസിലെ ഐക്യമുണ്ടായാൽ മാത്രമാണ് UDFന് ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. ആദ്യം കോൺഗ്രസിന് ഐക്യമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സമരങ്ങളൊക്കെ വിജയമായിരുന്നുവെന്ന KPCC അധ്യക്ഷന്റെ അടക്കമുള്ള വാദങ്ങളെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് നിലപാടുണ്ടായത്. ശക്തമായ വിമർശനം ലീഗിന്റെ ഭാഗത്തു നിന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ചു. ഒപ്പം JDUവിന്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വന്നു. ഈ നിലവിലുള്ള സമരങ്ങൾ വെറും നേരം പോക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ സമയം കളയൽ മാത്രമാണ്, അല്ലാതെ കാര്യമായ യാതൊരു കെട്ടുറപ്പും അതിനില്ല എന്ന തരത്തിലുള്ള വിമർശനം തന്നെയായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. നേരത്തെ K മുരളീധരൻ ഉന്നയിച്ച ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ഇന്ന് UDF യോഗത്തിലും ഉണ്ടായത്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു രമേശ് ചെന്നിത്തല. കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഒരു ശക്തമായ സമരത്തിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ട്, ഹർത്താലിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ട്. പക്ഷേ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാഴ്ത്താൻ ഒരു ഹർത്താൽ ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നിലവിൽ കോൺഗ്രസിലെ അനൈക്യം അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ UDFന് മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന വിമർശനം ഉള്ളിൽ നിന്ന് തന്നെ യോഗത്തിൽ ഉയരുകയും ചെയ്തു.